ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരിക്കമി പേപ്പർ കൊണ്ട് ഒരു മിനി ഹൗസാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കളറിലുള്ള ഒരിക്കമി പേപ്പറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 15 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ 2 പേപ്പറും എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് ഈക്വൽ 3 ആയിട്ട് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം ഏതെങ്കിലും 2 സൈഡിൽ നിന്ന് 0.5 സെൻറ്റിമീറ്റർ അളവിൽ ഇതേപോലെ ചെറുതാക്കി ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കിയത് എങ്ങനെയാണോ അതേ ലൈനിലൂടെ തന്നെ പേപ്പർ ഒരിക്കൽ കൂടി ഒന്ന് മടക്കിയെടുക്കാം. ഇനി പേപ്പറിൻ്റെ 2 സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടൊന്ന് മടക്കിയിട്ട് അത് നിവർത്തിയെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ പേപ്പർ ഒന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മടക്കിയ ഭാഗത്തൊക്കെ ഇതേ രീതിയിൽ ലൈൻ വീണിട്ടുണ്ടായിരിക്കും. അതേ ലൈനിലൂടെ തന്നെ പേപ്പർ അതേപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബോക്സ് പോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് വീടിനുള്ള റൂഫ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് സെയിം അളവിൽ എടുത്തു വെച്ചിട്ടുള്ള പേപ്പർ എടുക്കാം. ആദ്യം നമ്മൾ മടക്കി കൊടുത്ത അതേ രീതിയിൽ തന്നെ പേപ്പർ 2 സൈഡിൽ നിന്നും ഈക്വൽ 3 പാർട്സ് ആയിട്ട് മടക്കിയെടുക്കാം. ഇനി മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുക. അതിനുശേഷം പേപ്പറിൻ്റെ 2 അറ്റത്തുമായിട്ടും ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി ഒന്ന് നിവർത്തിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പേപ്പർ ഫുള്ളായിട്ട് നിവർത്തി കൊടുക്കണ്ട. ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നിവർത്തി എടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റം ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഉള്ളിലേക്കായിട്ട് ഇതേ രീതിയിലും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൂഫ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യിച്ച് കൊടുക്കണം. ഇത് വെറുതെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡോറും വിൻഡോസും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളർ പേപ്പറിൽ ബ്ലാക്ക് ഔട്ട്ലർ ലൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം.
ഈസിയായിട്ട് ചെയ്തെടുത്ത ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.